ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം. ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. പടുവൃത്തിയായ 100-ലധികം വയസ്സ് പ്രായമുള്ള പടുവൃത്തിയായ ഒരു വല്യമ്മച്ചയെക്കുറിച്ചാണ് പറയുന്നത്. ദേവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആരാധന ചെയ്തു പോന്നു. ദേവാലയം വിട്ടുപിരിയാതെ എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ദേവാലയത്തിൽ താമസിച്ചു എന്നല്ല, മറിച്ച് ദേവാലയത്തിലെ യഥാസമയം വന്ന എല്ലാ ആരാധനയും പങ്കുകൊണ്ടു എന്ന് മാത്രം അർത്ഥമാക്കിയാൽ മതി. കാരണം അവർ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവനമാർഗമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. സമയാസമയങ്ങളിൽ കൃത്യനിഷ്ഠതയോടെ എല്ലാ ആരാധനകളിലും കുർബാനകളിലും പള്ളിയിൽ നടക്കുന്ന എല്ലാ പ്രാർത്ഥനയിലും പങ്കുകൊണ്ടു എന്ന് മാത്രം അർത്ഥമാക്കിയാൽ മതി. അപ്പം അവരെപ്പോഴും കൃത്യനിഷ്ഠതയോടെ പള്ളിയിലെ എല്ലാ ദേവാലയങ്ങളിലെ എല്ലാ ആരാധനയിലും പങ്കെടുത്തു വന്ന ഒരു സ്ത്രീ എന്ന് മാത്രം നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. അവിടെ ഹന്ന എന്ന പ്രവാചകയെക്കുറിച്ചാണ് പറയുന്നത്. ഹന്ന എന്ന പ്രവാചകി യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്ന ഒരു പടുവൃത്തിയായ പ്രവാചകയായിരുന്നു. അവർ യഹൂദ പാരമ്പര്യത്തിൽ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൗമാരപ്രായമാകുമ്പോഴേക്കും ഏകദേശം 12 വയസ്സാകുമ്പോഴേക്കും അവരെ വിവാഹം കഴിച്ച് അയക്കും. അപ്പം 12 വയസ്സിൽ അവർ വിവാഹം കഴിച്ചെങ്കിൽ അവിടെ പറയുന്നത് 7 കൊല്ലക്കാലം മാത്രമേ ഭർത്താവിനോടൊന്നിച്ച് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. 7 കൊല്ലക്കാലത്തെ മാത്രം ഒരു ദാമ്പത്യ ജീവിതം. അത് കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു. അതിന് മക്കളെക്കുറിച്ച് അവിടെ പറയുന്നില്ല. അത് കഴിഞ്ഞ് 84 കൊല്ലം അവർ വിധവയായി തന്നെ ജീവിച്ചു എന്ന് പറയുന്നത്. വൈധവ്യമായിരുന്നു 84 കൊല്ലം. അപ്പോൾ ആ ശിഷ്ടജീവിതം 84 കൊല്ലം എങ്ങനെയാണ് അവർ ചെലവഴിച്ചത്? സന്തോഷവും ആശ്വാസവും സമാധാനവുമായി അവരെങ്ങനെ ചെലവഴിച്ചു? ദൈവാലയത്തോട് ചേർന്നിരുന്ന് എല്ലാ ആരാധനയിലും പങ്കെടുത്ത് രാവും പകലും പ്രാർത്ഥനയോടും ഉപവാസത്തോടും ചേർന്നിരുന്നു പറയുന്നത്. ഇതിനകത്ത് എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നല്ല, അവരുടെ ജീവനമാർഗമൊക്കെ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ എന്നാൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവാലയം വിട്ടുപിരിയാതെ ആരാധനാ സമൂഹത്തോട് സഭയോട് ചേർന്ന് നിന്നു എന്ന് മാത്രമേ അവിടെ അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഏകദേശം നമ്മൾ അവരുടെ വയസ്സ് നോക്കിയാൽ, കണക്ക് കൂട്ടിയാൽ ഏകദേശം 103 വയസ്സ് പ്രായമുണ്ട്. 103 വയസ്സ് പ്രായമുള്ളപ്പോഴും അവർ ദേവാലയം വിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 103 വയസ്സ് എന്ന് പറയുമ്പോൾ വലിയ ഒരു വാർദ്ധക്യത്തിൻ്റെ അതായത് ആ മൂർധന്യാവസ്ഥയാണ്. അവിടെ ദേഹബലം ക്ഷയിക്കേണ്ട സമയമാണ്, കണ്ണിൻ്റെ കാഴ്ച മങ്ങേണ്ട സമയമാണ്, ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ സമയമാണ്. എന്നാൽ ഹന്നയെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ കാണുന്നത് വളരെ ആശ്വാസത്തോടെ ആരോഗ്യത്തോടെ അവൻ എല്ലാ ആരാധനയിൽ പങ്കെടുത്തു എന്നാണ്. എന്തുകൊണ്ടാണ് ആരാധനയിൽ പങ്കെടുത്തത്? അവരെ വാർദ്ധക്യത്തിലും സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നത്? അവർ എന്നും ദൈവത്തെ കാണുന്നു എന്നുള്ളതാണ്. അവർ നിത്യേനയുള്ള പ്രാർത്ഥനയുള്ള ആരാധനയിലൂടെ അവർ ദൈവത്തെ കാണുകയാണ്. ദൈവത്തെ കണ്ണുകൾ മങ്ങിയില്ല, ദേഹബലം ക്ഷയിക്കുകയുമില്ല. അതാണ് നമ്മൾ മോശയുടെ ജീവിതത്തിൽ കാണുന്നത്. ആവർത്തന പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. മോശ മരിക്കുമ്പോൾ 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയുമായിരുന്നു. എന്തുകൊണ്ടാണ് മോശയുടെ കണ്ണുകൾ മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും വരുന്നത്? കാരണം ദൈവത്തെ മുഖാമുഖം കണ്ട ഒരു മനുഷ്യനാണ് മോശ. ദൈവത്തെ കണ്ട കണ്ണുകൾ ഒരിക്കലും മങ്ങിയില്ല. ഹന്ന പ്രവാചകിക്കും അതുപോലെയാണ്, ദേഹബലം ക്ഷയിക്കാതെ ആരോഗ്യത്തോടെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹന്ന പ്രവാചിയുടെ ജീവിതം നമ്മളോട് പറയുന്നത് എന്താണ്? ആ വാർദ്ധക്യം എങ്ങനെ സന്തോഷപ്രദകരമാക്കാം? ദൈവാലയത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ. അത് കഴിഞ്ഞ് യേശുവിനെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ദൈവാലയത്തോട് ചേർന്നിരുന്നപ്പോൾ എന്നും പ്രാർത്ഥനയിൽ വിട്ടിരുന്നപ്പോൾ അവർ കിട്ടിയ ഏറ്റവും മഹാഭാഗ്യമെന്ന് പറയുന്നത് യേശുവിനെ അവർ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനായി വരുന്ന ആ മശിഹായെ അവർ കാണുവാൻ സാധിച്ചു. ആ യേശുവായെ എന്നിട്ട് അവിടെ കാണുക മാത്രമല്ല, അവർ കണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട്, യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും പോയി പറയുകയാണ്. ഒരുപക്ഷെങ്കിൽ
ഹന്നാ പ്രവാചകയായിരിക്കാം ഈ ആദ്യത്തെ മിഷണറി, അതായത് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് അവരായിരിക്കും. ആദ്യത്തെ സുവിശേഷകർ അവർ തന്നെ ആയിരിക്കണം, ഹന്നാ പ്രവാചകയായിരിക്കും. അപ്പോൾ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ കണ്ട് സന്തോഷത്തോടെ എങ്ങനെ ഫലപ്രദമാക്കുകയാണ്. അവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ എങ്ങനെയാ പറയുന്നത്? എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുമെങ്കിലും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ ദൈവത്തോട് വായിക്കുമ്പോൾ, നമ്മുടെ അകമേയുള്ള ആ മനുഷ്യൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ആ അന്ന പ്രവാചക വളരെ വലിയ മാനുഷികമായി 103 വയസ്സുണ്ട്, വളരെ പടുവൃത്തിയാണ്, ആരോഗ്യമൊക്കെ ക്ഷയിക്കുമെങ്കിലും ഉള്ളിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട്. അപ്പം അങ്ങനെ എങ്ങനെയാണ് വാർദ്ധക്യത്തിൽ, നമ്മളൊക്കെ വാർദ്ധക്യമാകുന്നു, ആ വാർദ്ധക്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കുന്നതെന്ന് ഈ ഹന്നായുടെ ജീവിതത്തിൽ പഠിക്കുവാൻ പറ്റും. കാരണം ആരാധനാ സമൂഹത്തോട് ചേർന്നിരുന്ന് സന്തോഷത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റും. എന്നാൽ നമുക്ക് കാല് വയ്യാതിരിക്കുക, പള്ളി പോവാത്ത അവസ്ഥയിൽ അത്രമാത്രം നമ്മൾ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുന്ന ഒരു അനുഭവം കൂടിയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ആ സമയത്തും നമ്മൾ എങ്ങനെയാണ് പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത്? ആ സമയത്തും നമുക്ക് ജീവിതം സന്തോഷപ്രദമാകാം. ആ സമയത്തും നമുക്ക് ദൈവത്തെ കാണുവാൻ പറ്റും, ആരാധനയിൽ പങ്കെടുക്കുവാൻ പറ്റും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്നാമ്മ ടീച്ചർ, അന്നാമ്മ KS. അതായത് എൻ്റെ ഇടവകയിൽ ആയിരുന്ന ഒരു അന്നാമ്മ ടീച്ചർ 5-6 മാസം മുമ്പ് ഇഹലോകവാസം വിട്ടു. അവർ ആയിരങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്ത ഒരു അംഗനവാടി ടീച്ചറായിരുന്നു. അംഗനവാടി ടീച്ചർ 5-6 മാസം മുമ്പ് ഇഹലോകവാസം വെടിഞ്ഞു. ആയിരങ്ങൾക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്ത, ആയിരങ്ങൾക്ക് അക്ഷരത്തിൻ്റെ മുത്തുകൾ വാരി കൊടുത്ത പൊന്നമ്മ ടീച്ചർ. ആൾക്കാർക്കെല്ലാം പൊന്നമ്മ ടീച്ചറാണ്, ഇടവക്കാർക്ക് പൊന്നമ്മ അമ്മയാണ്, മറ്റുള്ളവർക്ക് ഔദ്യോഗികമായി ആ ഒഫീഷ്യൽ നെയിം അന്നമ്മ KS ആണ്. ആ അന്നമ്മ ടീച്ചർ അവർ ഒരു റിട്ടയർമെൻറ്റ് സമയമൊക്കെ ആയപ്പോഴേക്കും അവർക്ക് പ്രമേഹം ബാധിച്ചു. അവരുടെ കാല് ഒക്കെ മുറിക്കേണ്ടി വന്നു. ഒരു കാല് മുറിച്ചിങ്ങനെ ആ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഇരിക്കുമ്പോഴും ആ കട്ടിലിൽ കിടന്നുകൊണ്ട്, ആ ബെഡിൽ കിടന്നുകൊണ്ട് അവരെ എങ്ങനെയാണോ ഹന്നാ പ്രവാചകി സന്തോഷം കണ്ടെത്തിയത് അതുപോലെ സന്തോഷം കണ്ടെത്തി. അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർ വായിച്ച് മനസ്സിലാക്കി, വേദപുസ്തകം വായിക്കുന്നു, കിട്ടാവുന്ന പുസ്തകങ്ങൾ, ആത്മീയമായ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു. ആ കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്ക് അവർ പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. അവരെ പരിചരിക്കുവാനായിട്ട്, അവരെ ചേർത്ത് നിർത്തുവാനായിട്ട് അവരുടെ ഭർത്താവ് തോമാച്ചായനും മക്കളും ഉണ്ടായിരുന്നു. മറ്റുള്ള അവരെ സ്നേഹിക്കുന്ന കുറേയേറെ ആൾക്കാർ അവരെ ചേർത്ത് നിർത്തി. അപ്പം അങ്ങനെ അവരാ പ്രതിസന്ധിയുടെ മധ്യത്തിലും വേദനയുടെ മധ്യത്തിലും അവർ സന്തോഷപ്രദമായ ജീവിതം നയിച്ചു എന്നുള്ളത് ഒരു നിരാശയും അവരിൽ കണ്ടില്ല. ഈ അന്ന പ്രവാചകയെ പോലെ, പടുവൃത്തിയായ പന്നമതി പോലെ അവരുടെ പരിമിതികൾക്കുള്ളിലും ഈ അന്നാമാമ്മ സന്തോഷം കണ്ടെത്തി, ദൈവത്തെ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ദൈവത്തോട് സംസാരിക്കും. അങ്ങനെ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുന്നത്. ആ പ്രാർത്ഥനകളെല്ലാം അവർ ഒരു ഡയറിയിൽ എഴുതി വെച്ചു. ഇങ്ങനെ ഡയറിയിൽ വെച്ച് 64 പ്രാർത്ഥനകൾ, അതെല്ലാം ഒരു പുസ്തകമായിട്ട് അവർക്ക് പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ ജീവിച്ചിരിക്കുമ്പോൾ അവർ സാധിച്ചില്ല. പല ബുദ്ധിമുട്ടിലും പ്രയാസം കൊണ്ട് പലരെ സമീപിച്ചെങ്കിലും അത് ശരിയായി നടത്തുവാൻ അവർക്ക് സാധിച്ചില്ല. കാരണം പരിമിതികളുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതിലും അവർ പ്രത്യാശ വിട്ടില്ല. അവരിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ 5-6 മാസം മുമ്പ് അവർ ഇഹലോകവാസം വെടിഞ്ഞു. പക്ഷെങ്കിൽ അവരുടെ ആ ഉദ്യമം, അവരുടെ ആ മനസ്സിൻ്റെ ആഗ്രഹം, ആ കുടുംബം സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴ് ആ അന്നമാമ്മ എഴുതി വെച്ച ആ പ്രാർത്ഥനകൾ, ആ ഡയറി കുറിപ്പായി എഴുതി വെച്ച 64 പ്രാർത്ഥനകൾ ഒരു പുസ്തകമായി, ഒരു സമാഹാരമായി അവർ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേരാണ് പ്രത്യാശാതീരം. പ്രത്യാശതീരം എന്ന പുസ്തകമായി അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇതെല്ലാം വളരെ ആശ്വാസം പകരുന്ന വാർദ്ധക്യം, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ദിവസങ്ങളിൽ ആ സാഹചര്യമൊക്കെ എങ്ങനെ സന്തോഷപ്രദകരമാക്കാമെന്ന് ഈ അന്നമാമ്മ ഈ പുസ്തകങ്ങളിലൂടെ നമ്മൾ പറയുകയാണ്, ഈ പുസ്തകത്തിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ പറയുകയാണ്. ഇതിന് നമ്മുടെ അഭിമന്യ സെറാഫിൻ തിരുമേനി ഒരു ആമുഖം കുറിപ്പെഴുതിയിട്ടുണ്ട്. അതിലെ ഒരു വാചകം ഇങ്ങനെയാണ്: വാക്കുകൾക്കതീതമായി ദൈവസന്നിധിയിലേക്കുള്ള ഹൃദയ യാത്രകളാണ്. പ്രതിസന്ധികളുടെയും വേദനകളുടെയും മധ്യത്തിൽ തൻ്റെ ജീവിതത്തെ യേശുവിനോട് ചേർത്ത് വെക്കുകയും പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ നിന്ന് ആശ്വാസവും സമാധാനവും അനുഭവിക്കുകയും ചെയ്തു. അന്നമാമ്മയെക്കുറിച്ച് പറയുന്നത്, അതായത് പ്രതിസന്ധിയുടെയും വേദനകളുടെയും നടുവിലാണ്, കാല് മുറിച്ചിട്ടിരിക്കുകയാണ്, പള്ളിയിൽ പോയി ആരാധന സംബന്ധിക്കുവാൻ പറ്റത്തില്ല. എന്നാൽ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് അവർ ആരാധനയിൽ പങ്കെടുക്കുകയാണ്, മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് സംസാരിക്കുകയാണ്.
അതുപോലെ തന്നെ കിട്ടാവുന്ന സോഴ്സുകൾ വേദന പുസ്തകങ്ങളായിക്കോട്ടെ, മറ്റ് സഭാപരമായ ആത്മീയപരമായ പുസ്തകങ്ങളൊക്കെയാണ് വായിക്കുകയാണ്. അത് മനസ്സിലാക്കി സന്തോഷം കണ്ടെത്തുകയാണ്. ഇതുപോലെ നമുക്കും ജീവിക്കുവാൻ സാധിക്കണം. ഇവര് ഈ ഒരു പ്രാർത്ഥന, ഇതിലെ ഒരു പ്രാർത്ഥന വളരെ ഹൃദയസ്പർശിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസമാകുന്ന കുറ്റിയിൽ വചനമാകുന്ന കയർ കൊണ്ട് എന്നെ കെട്ടണമേ. അന്നമാമ ദൈവത്തോട് സംസാരിക്കുകയാണ്. വിശ്വാസമാകുന്ന കുറ്റിയിൽ വചനമാകുന്ന കയർ കൊണ്ട് എന്നെ കെട്ടണമേ. വചനമാകുന്ന പാലും ജീവജലവും പരിശുദ്ധ ശരീരമാകുന്ന അപ്പവും എനിക്ക് നൽകണമേ. എൻ്റെ കർത്താവിന് വേണ്ടാത്തതും ഇഷ്ടമല്ലാത്തതുമായ സകലതും എന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കളയണമേ. എന്നിലെ അവിശ്വാസം, അന്ധത, ആഭിചാരം, വിഗ്രഹാരാധന എല്ലാം പോക്കി യേശുവാകുന്ന മുള എന്നിൽ ഉണ്ടാക്കി തരണമേ. മാമോദീസയിൽ ഇടപെട്ട് കല്ല് ഓരോന്നായി കൂട്ടി ഞാനാകുന്ന പള്ളി പണിയുവാൻ സഹായിക്കണമേ. എൻ്റെ വ്യക്തി ജീവിതം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന പള്ളിയാക്കി തീർക്കണമേ. എന്ത് ശ്രേഷ്ഠകരമായ ഒരു പ്രാർത്ഥനയാണ്. ഇതുപോലെ 64 പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നതാണ് 64 പ്രാർത്ഥന സമാഹാരം. ഇതിങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പ്രചോദനമാകുന്നത്, പ്രിയമുള്ളവരെ, വാർദ്ധക്യം എങ്ങനെ സന്തോഷപ്രദമാക്കാം എന്നുള്ളതാണ്. നമുക്ക് വാർദ്ധക്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ഇല്ലാതായ ഒരു സമയത്ത് വാർദ്ധക്യത്തിലായി വരുന്നവരുടെ ആൾക്കാരുടെ സംഖ്യ വളരെ വലുതാണ്. അവരനുഭവിക്കുന്ന ക്ലേശവും വളരെ വലുതാണ്. ഒരുപക്ഷെ മക്കളൊക്കെ വിദേശത്തായിരിക്കാം. ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഹോം നേഴ്സിനോടോ അല്ലെങ്കിൽ അനാഥാലയത്തിലോ ഒക്കെ കഴിയുന്നവരുടെ അവസ്ഥ നമുക്കൊന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരും അല്ലെങ്കിൽ ആ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാകുമ്പം ഓർമ്മകൾ നശിക്കും, നമ്മുടെ ദേഹബലം ക്ഷയിക്കും, കണ്ണിന് കാഴ്ചയില്ലാതാവും, ആഹാരത്തിന് രുചിയില്ലാതാകും. അങ്ങനെ മാനസികമായും ശാരീരികമായും ആത്മീയമായും വളരെ 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 മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ചിലർ മൂശയെട്ടുകളായി മാറുന്നു. ചിലരിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ആരോടും സംസാരിക്കാനില്ലാതെ ഡിപ്രഷനായി വല്ലാത്ത മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ ഇതുപോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയണം. ഇതുപോലെ ഹന്നാമാമയും ഈ ഹന്നാ പ്രവാചകയും പോലെ നമ്മുടെ വാർദ്ധക്യം, നമ്മളൊക്കെ ഇന്നോ നാളെയോ വാർദ്ധക്യത്തിലോട്ട് കടന്നു ചെല്ലുന്നവരാണ്. നമുക്ക് ആ വാർദ്ധക്യത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ എങ്ങനെ അത് സന്തോഷപ്രദകരമാക്കാം, എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് അതിൽ ആശ്വാസം കണ്ടെത്താൻ സമാധാനം ഉണ്ടാക്കാമെന്ന് ഇവരുടെ ജീവിതം നമ്മൾ പറയും. ഈ അന്നാമാമ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ദൈവത്തെ കണ്ടു. അതുപോലെ തന്നെ നമുക്കും ദൈവത്തെ കാണുവാൻ സാധിക്കും. അതാണ് ഇവരുടെ ജീവിതം പറയുന്നത്. ദൈവത്തോട് ചേർന്ന് അറിയാവുന്ന സോഴ്സിലൂടെ മറ്റുള്ളവരോട് സംസാരിക്കുകയും വേദപുസ്തകം വായിക്കുകയും മനസ്സുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വാർദ്ധക്യം സന്തോഷപ്രദകരമാക്കാം. എങ്ങനെയാണോ നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ സന്തോഷകരമായിരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വാർദ്ധക്യവും നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിലും ആ വേദനയുടെ നടുവിലും എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കാം, ആശ്വാസപ്രദകരമാക്കാം, എങ്ങനെ സമാധാനമായി നമുക്ക് മരിക്കാമെന്ന് ഈ അന്നാമാമയുടെ ഈ പുസ്തകം പ്രത്യാശാതീരമെന്ന ആ പ്രാർത്ഥന വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹൃദയത്തെ തട്ടുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വാർദ്ധക്യത്തിലാവും ഇന്നോ നാളെയോ അതിനെപ്പറ്റി നമ്മൾ പ്രത്യാശയോടെ ഇരിക്കണം. ആ വാർദ്ധക്യത്തിലും പ്രയാസത്തിലുമാകുമ്പോഴും ഈ അന്നാമാമയെ പോലെ, ഈ ഹന്നാ പ്രവാചിയെ പോലെ നിത്യേനയുള്ള ആരാധനയിൽ പങ്കെടുക്കണം. ഒരുപക്ഷെ പള്ളിയിൽ നേരിട്ട് പോയി സംബന്ധിക്കുവാൻ പറ്റുകയില്ല, എന്നാൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ പറ്റും. അത് അവരുടെ അനുഭവം പറയുവാണ്. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ, ആ ഒരു ആത്മീയമായ ഔന്നത്യത്തിലേക്ക് വരുവാൻ നമ്മളും ഇപ്പോഴേ നമുക്ക് തയ്യാറാകാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും.